Hi viewers, welcome back to Daily Dose of Accounting by CA Muhammad. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയി വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത് ഈസിലി മൂന്നാമത്തെ എപ്പിസോഡ് കാണാൻ പറ്റും. അല്ലാത്ത ആളുകൾ 2 എപ്പിസോഡ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. സോ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത്രത്തോളം കാര്യങ്ങളൊന്നും ആരും ഡൗട്ടായിട്ടോ മറ്റോ ചോദിച്ചിട്ടില്ല. ഒന്നിക്കലും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ മിസ്സിംഗ് ഉണ്ട്. നമ്മൾ വൗച്ചർ ടൈപ്പ് നമ്മൾ സംസാരിച്ചു. അപ്പൊ 6 വൗച്ചർ ടൈപ്പാണ് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അതർ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ തന്നെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മറ്റ് വൗച്ചേഴ്സുകൾ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ക്ലാസ്സിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ടാലിയിൽ ഈ 6 വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ്ലി യൂസ് ചെയ്യുന്ന 6 വൗച്ചർ ടൈപ്പാണ്. മറ്റ് വൗച്ചർ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റം മെയ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇൻ ഡീഫോൾട്ട് ടാലി തന്നെ വേറെയും മറ്റു ചില വൗച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ നേരത്തെ വന്ന ട്രേഡിംഗ് കമ്പനിയുടെ കേസിൽ ഇമ്പോർട്ടന്റ്ലി ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഒരു വൗച്ചർ ടൈപ്പ് ആയിട്ട് വരേണ്ട കേസായിരുന്നു. അപ്പൊ അത് ചില ആളുകൾക്ക് കൺഫ്യൂഷനുള്ള മാറ്റർ ആയതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ചും ഡെബിറ്റ് നോട്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഗ്രൂപ്പ് ക്രിയേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റം മെയ്ഡ് ഗ്രൂപ്പ് വേറെയും ആഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ക്ലിയർ ചെയ്യാൻ പറ്റും. ഹായ് വ്യൂവേഴ്സ്, വി ഹാവ് എ സീരീസ് ഓഫ് അനൗൺസ്മെന്റ് കമ്മിങ് ഓൺ യുവർ വേ. ഇന്ന് നമ്മുടെ 3rd ഡേ ഓഫ് ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഈ ഒരു എപ്പിസോഡ് 2 പാർട്ടായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഈ 2 പാർട്ടിന്റെ ഇടയിലും 3 അനൗൺസ്മെന്റ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അക്കൗണ്ടിങ് ഈസിയാണ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കൗണ്ട്സ് വളരെ ഈസിയാണ്. സിസ്റ്റമാറ്റിക്കലി 360 ഡിഗ്രി ആംഗിളിൽ ഈസി ആയിട്ട് അക്കൗണ്ട്സ് പഠിക്കാനുള്ള ഒരു കോഴ്സ് ഇന്നത്തെ എപ്പിസോഡ് കൂടി ആക്യുറേറ്റ് ബിസിനസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്യാണ്. വി കോൾ ഇറ്റ് ആസ് ഈസി 360. Easy 360. സോ എന്താണ് ഈസി 360? ഈസി 360 എന്ന് പറയുന്ന കോഴ്സ് 360 മണിക്കൂർ കൊണ്ട് 6 മാസം ഒരു കോഴ്സാണ്. ഈ കോഴ്സിൽ 36 സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, റിയൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കൗണ്ട്സ് ഈസ് പ്രാക്ടീസ്. അപ്പോൾ 36 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിയൽ അക്കൗണ്ട്സ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി സ്റ്റുഡൻറ്റ് പൂർത്തിയാക്കുന്നതാണ്. ഈസി 360 എന്ന് പറഞ്ഞാൽ വെറും അക്കൗണ്ട്സ് മാത്രമല്ല, മറ്റൊരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷനാണ്. ഇന്ത്യൻ GST, അതുപോലെ തന്നെ GCC VAT, ഇന്ത്യൻ ഇൻകം ടാക്സ്, GCC കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെ ഈസി 360യിൽ കവർ ചെയ്യുന്നുണ്ട്. 36 സെറ്റ് ഓഫ് GST റിട്ടേണും 36 സെറ്റ് ഓഫ് GCC VAT റിട്ടേണും ഈസി 360 പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് അക്കൗണ്ടൻറ്റിനെയാണ്. വെറും അക്കൗണ്ട്സ് ടാക്സേഷൻ മാത്രമായിരിക്കില്ല, HR ക്യാപ്പബിലിറ്റീസ്, ഓവറോൾ ഓഫീസ് മാനേജ്മെൻറ്റ്, ലെറ്റർ ഡ്രാഫ്റ്റിംഗ്, മെയിൽ ഡ്രാഫ്റ്റിംഗ്, മറ്റ് കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റീസ്, ബാങ്കുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇത്തരം സ്കില്ലിനോടൊപ്പം ഇന്ന് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന മറ്റ് കേപ്പബിലിറ്റീസായ AI നോളജ്, ഹൗ ടു മാനേജ് ദ ഓഫീസ് വിത്ത് AI, MS ഓഫീസ് എങ്ങനെ AI ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാം, മറ്റ് ടാസ്കുകൾ AI ഉപയോഗിച്ച് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ഇത്തരം നോളജും ഈസി 360 ഈ കോഴ്സിലൂടെ 6 മാസം കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കോഴ്സിനെ എങ്ങനെ എൻറോൾ ചെയ്യാം? കണ്ണൂർ ജില്ലയിൽ പുറത്തുള്ള ആളുകൾ ഇതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിലവിൽ ഈ കോഴ്സ് കണ്ണൂരെ നമ്മുടെ അക്കാഡമിയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. മറ്റ് ഡീറ്റെയിലുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആക്യുറേറ്റ് ട്രേഡിംഗ് കമ്പനി എന്നുള്ള കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ, അതായത് ടാലിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്യുറേറ്റ് ട്രേഡിംഗ് കമ്പനി എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഡ്യൂപ്ലിക്കേഷൻ്റെ ഇഷ്യൂ കാണുന്ന ആളുകൾക്കും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്യുറേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനി
ക്രിയേറ്റ് ചെയ്യണം. സോ കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്പനി നെയിം, അത് നമ്മളിവിടെ കൊടുത്തു. പിന്നെ അതിൽ ഫൈനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ബുക്ക് ബിഗിനിങ് ഫ്രം വരും. ഫൈനാൻഷ്യൽ ഇയർ 1 April 2024 തന്നെയാണ്. ബുക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 1, 2025 എന്നുള്ള രൂപത്തിലാണ്. അന്നാണ് നമ്മുടെ ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിഫറൻസ് മനസ്സിലാവും. പുതിയ കമ്പനി ആകുമ്പോൾ ബുക്ക് ബിഗിനിങ് വേറൊരു ഡേറ്റിൽ ആവാം, കാരണം അതിന് മുന്നേ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. സോ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ലെഡ്ജർ. അപ്പോൾ ഇന്നലെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ക്ലാസ്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്കിബ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് ലോൺ അക്കൗണ്ടാണ്. ലെഡ്ജർ ക്രിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സിമ്പിൾ ആണ്. ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ അണ്ടർ എന്നുള്ള കാറ്റഗറിയാണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ക്യാപിറ്റൽ തന്നെയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജർ ചേഞ്ച് ചെയ്യുമ്പോൾ നേരെ മുഹമ്മദ് ലോൺ അക്കൗണ്ട് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ഡൗട്ട് ചോദിക്കണ്ടായി, ലോണ് ലയബിലിറ്റി ആണോ? നമ്മുടെ ലോണ് വാങ്ങുകയാണെങ്കിൽ അത് ലയബിലിറ്റി ആണ്. ഇനി കമ്പനി ഒരാൾക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാഫിന് വേണേൽ അഡ്വാൻസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കമ്പനി വേറൊരു വ്യക്തിക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. അത് നേരത്തെ പറഞ്ഞ സെയിം, കമ്പനിക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് അസറ്റും, കൊടുക്കാനുണ്ടെങ്കിൽ അത് ലയബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ മുഹമ്മദ് ലോൺ എന്ന് പറഞ്ഞത് ലോൺ മുഹമ്മദിന് കൊടുക്കാനാണ്, അതുകൊണ്ട് ഇത് ലയബിലിറ്റിന്റെ അണ്ടറിൽ തന്നെയാണ് വരിക. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഗ്രൂപ്പിൽ വേണമെങ്കിൽ അത് കാണാൻ പറ്റും. അവിടെ അസറ്റിലും എന്തുണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഇവിടെ നോക്കിയാൽ കാണാം അസറ്റിലും എന്തുണ്ട് കാറ്റഗറി ഉണ്ട്. ബട്ട് ഇയർ ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രത്യേക ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നേരെ നമ്മളത് ട്രാൻസാക്ഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ 7 ട്രാൻസാക്ഷൻസ് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് നീട്ടുന്നില്ല, കാരണം ആ കാര്യം പറയാൻ തന്നെ 5-6 മിനിറ്റ് എടുക്കും. അപ്പൊ സ്ക്രീനിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷന്റെ ഐറ്റംസ് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മൾ 1 by 1 ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പോസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡയറിയിലോ മറ്റോ നോട്ട് ചെയ്ത് വെക്കാം. സ്ട്രേറ്റ് നമ്മൾ നേരെ ഈ ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻട്രീസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ആദ്യത്തെ ഇവന്റ് എന്ന് പറയുന്നത് ആക്കിബ് സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മോണിറ്ററി എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ട്രാൻസാക്ഷൻ അല്ല. സോ നമ്മൾ രണ്ടാമത്തെ ഇവന്റിലേക്ക് പോവുകയാണ്. ഹി ഹാഡ് 2 lakh വിത്ത് ഹിം ആസ് ഹിസ് ഓൺ മണി. അപ്പോൾ ഇയാൾ 2 ലക്ഷം രൂപയായിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം, ആ ക്യാപിറ്റലിൽ നിന്ന് 2 lakh റിസീവ് ചെയ്യുന്ന എൻട്രി ഇടാം. സോ അത് നമ്മൾ റിസീറ്റ് വൗച്ചറിലാണ് ഇടേണ്ടി വരിക. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാവും. ദെൻ ആക്കിബ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ എന്ത് ചെയ്യാം, ആക്കിബ് ക്യാപിറ്റൽ കാണാൻ പറ്റും. സോ അത് നമ്മൾ കൊടുക്കുന്നു, 2 lakh എമൗണ്ട് എൻ്റർ ചെയ്യുന്നു. കുറച്ച് നമ്മളിനി ഫാസ്റ്റായിട്ടാണ് പോവുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലോ ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവൻറ്റ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 lakh മുഹമ്മദിൻ്റെ അടുത്ത് നിന്ന് ലോണ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും ക്യാഷിൽ തന്നെയാണ് മുഹമ്മദ് ലോൺ. ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1 lakh. സോ വെറും 30 സെക്കൻഡ് 20 സെക്കൻഡ് കൊണ്ട് ഈ ആക്ടിവിറ്റീസ് നടക്കും. ദെൻ ഹി ഡെപ്പോസിറ്റഡ് 1 lakh ഇൻ HDFC ബാങ്ക്. സോ 1 lakh HDFC ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ക്യാഷാണ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ റിസീറ്റും അല്ല പേയ്മെൻറ്റും അല്ല, കോൺട്രയിലേക്ക് നമ്മൾ പോയി എൻ്റർ ഇട്ടോളൂ. സോ അവിടെ HDFC ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, HDFC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു അൾട്ടർനേറ്റീവ് മെത്തേഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട് എന്നല്ല ഏതൊരു ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവിടെ HDFC ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാഷ് എൻട്രി പോകുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം 3 ലക്ഷം ഉള്ളത് എന്തായിട്ടുണ്ട്, 2 ലക്ഷമായി മാറിയിട്ടുണ്ട്. HDFC ബാങ്കിൽ 1 lakh ആയിട്ടുണ്ട്. അപ്പോൾ ഏത് എൻട്രി ഇടുമ്പോൾ ഈ ലൈവായിട്ട് ആ ബാലൻസും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തുണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ 4ാമത്തെ അടുത്ത എൻട്രി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ റെൻറ്റ് ഡെപ്പോസിറ്റ് 1 lakh പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 lakh റെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി റെൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ ലെഡ്ജർ ഇല്ല. സോ നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ആണ്. റെൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ ലെഡ്ജർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു അസറ്റും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴാണ് കൃത്യമായിട്ട് വരിക. കാരണം റെൻറ്റ് ഡെപ്പോസിറ്റ് 1 lakh ഉണ്ടാവും, 10,000 നമ്മൾ എന്ത് ചെയ്യണം, റെൻറ്റ് പേയ്മെൻ്റ് ആയിട്ടും പോകും. രണ്ടും നടക്കുന്ന ഒരാൾക്ക് ചിലപ്പം 1 lakh 10,000 ഒരുമിച്ചാവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവാം. എങ്കിൽ പോലും ഈ രണ്ട് എൻട്രീസ് ഇടുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് തിരിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ അസറ്റാണ്. റെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പീരിയഡുമായിട്ട് കവർ ചെയ്യുന്നത് കൊണ്ട് അത് എക്സ്പെൻസാണ്. അപ്പോൾ ഇവിടെ റെൻറ്റ് ഡെപ്പോസിറ്റ് ഇപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ എൻട്രി 1 lakh ഇടും. അപ്പോൾ 1 lakh ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്, ഡെപ്പോസിറ്റിൽ 1 lakh വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത ട്രാൻസാക്ഷൻ 10,000 നമ്മൾ എന്തായിട്ടുണ്ട്, റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയും റെൻറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് Alt+C യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെൻറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റെൻറ്റ് അക്കൗണ്ട് എന്നല്ല, ഏതൊരു ലെഡ്ജറും നമുക്ക് എന്ത് ചെയ്യാം, Alt+C എന്ന് പറയുന്ന ഷോർട്ട് കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ വൗച്ചറിൻ്റെ സ്ക്രീനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെൻറ്റ് എക്സ്പെൻസ് 10,000 പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ക്യാഷ് 90 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്, റെൻറ്റ് എക്സ്പെൻസ് 10,000 വന്നിട്ടുണ്ട്. പിന്നെ ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 മാംഗോ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് ഓരോ ട്രാൻസാക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, എവിടെയാണ് എൻട്രി പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ പർച്ചേസിൽ ഇനി വരും പാർട്ടി, നമ്മുടെ അതിൽ വാങ്ങിയിട്ടുള്ളത് സീ നാച്ചുറൽ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ സീ നാച്ചുറൽ ഫ്രൂട്ട്സും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സീ നാച്ചുറൽ ഫ്രൂട്ട്സിന് കൊടുക്കാനാണ് ഉള്ളത്. സോ ഇറ്റ്സ് എ ലയബിലിറ്റി. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് വരുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പേയബിൾസ് എന്നുള്ള ടേംസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ പാർട്ടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടാവും. പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പർച്ചേസ് വരുന്ന 75,000 നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇൻവെൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ഉണ്ട്, വിത്തൗട്ട് ഇൻവെൻട്രി ഉണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ വിത്തൗട്ട് ഇൻവെൻട്രി ആണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇൻവെൻട്രിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ അക്കൗണ്ട് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പർച്ചേസ് കംപ്ലീറ്റ് ആയിട്ടില്ല, പർച്ചേസിൻ്റെ ലെഡ്ജറും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് പിന്നെ സെയിലിലേക്ക് പോകും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ 75,000 വേണമെങ്കിൽ നമുക്ക് നറേഷനിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് എത്ര ക്വാണ്ടിറ്റി ആണ്, എത്ര kg ആണ്, ഒരു 1000 kg ആണ്, അറ്റ് ദ റേറ്റ് ഓഫ് 75 ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നറേഷനിൽ മെൻഷൻ ചെയ്യാം. ബിക്കോസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ നമ്മൾ അടുത്ത സെയിൽ എൻട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ദിവസം നമ്മളിപ്പോൾ 1-ാം തീയതിയാണ് ഈ എൻട്രീസ് ഒക്കെ വരുന്നത്, January 1st. അപ്പോൾ January 1st ഈ 8 ട്രാൻസാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ട്രാൻസാക്ഷനാണ് ഈ മാംഗോൻ്റെ സെയിൽ വരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പാർട്ടി വരുന്നത് പിന്നെ A1 ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, A1 ഹൈപ്പർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഇതിനിപ്പോൾ വൗച്ചർ ചെയ്ത് അക്കൗണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി പോയിട്ട് ക്രിയേറ്റ് ഓപ്ഷനിലൊന്നും പോയി ചെയ്യൂല. അതിനൊക്കെ ഷോർട്ട് കീസ് എന്നുണ്ട്, സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ Alt+C പോലത്തെ ഷോർട്ട് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ 1/1/2025 എന്നുള്ള ഡേറ്റിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രീസ് ഇടാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടാലിയുടെ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ മാസത്തെയും 2 ഡേറ്റിലേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
എൻട്രി ഇടാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുത്ത് എന്തായാലും പെയ്ഡ് വേർഷൻ മിക്കവാറും വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ വേർഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ പെയ്ഡ് വേർഷനിൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡേറ്റും ട്രാൻസാക്ഷനും തമ്മിൽ ചെറിയ ലോജിക്കലായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാം. ദെൻ സെക്കൻഡ് ജാനുവരിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് സെറ്റ് ചെയ്യാണ്. 30,000 രൂപീസിൽ ഇയാൾ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് പോയിട്ടുള്ളത് വയ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബാങ്ക് കാണാം. പിന്നെ നമുക്ക് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ നിങ്ങൾക്കറിയാം അസറ്റാണ്. അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ നിങ്ങളെ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് കുറച്ച് ഫാസ്റ്റായിട്ട് വീഡിയോ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ 30,000 അവിടെ പേയ്മെൻറ്റ് പോയി. നിങ്ങൾക്കറിയാം ബാങ്കിലെ പേയ്മെൻറ്റ് അവിടെ കുറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും. ദെൻ ഇയാൾ ഹയർഡ് എ സ്റ്റാഫ് മെമ്പർ, ഇസ് നെയിം ഓൾസോ മുഹമ്മദ് എന്നാണ്. ഞാനപ്പോൾ ആ നെയിം എന്താ കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് ലെഡ്ജർ ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്തെന്ന് പറയുന്നിടത്ത് ഒരു മോണിറ്ററി എലമെൻറ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ അല്ല. നമുക്ക് അടുത്ത ഇവൻറ്റിലേക്ക് പോവാം. അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്വാൻസ് സാലറി കൊടുത്തിട്ടുണ്ട്. നല്ല എംപ്ലോയറാണ്, പെട്ടെന്ന് തന്നെ അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 25,000 എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് സാലറി നമ്മളെന്ത് കമ്പനി കൊടുക്കുകയാണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് നിന്ന് 25,000 കിട്ടാനുണ്ട് എന്നുള്ളൊരു എഫക്റ്റ് വരും. ദാറ്റ്സ് മീൻ അതൊരു അസറ്റാണ്. അപ്പോൾ നേരത്തെ ചില ആളുകൾ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോണ് അസറ്റാണോ ലയബിലിറ്റി ആണോ. ലോണ് കമ്പനി കൊടുത്ത് കമ്പനിക്ക് കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അസറ്റ്. ഇനി ലോണ് നമ്മൾ പുറത്തുനിന്ന് ആളെടുത്ത് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് സാലറി അഡ്വാൻസ് ഈ രൂപത്തിലാണ് എൻട്രി വരേണ്ടത്. ആ ലെഡ്ജർ ഒന്നും കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. അതിൻ്റെ നെയിം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലെഡ്ജറിൻ്റെ നെയിമും എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട, വേറെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടതോ ഡ്യൂപ്ലിക്കേഷൻ ആക്കേണ്ടതോ ആവശ്യമില്ല. ഈ സ്ക്രീനിൽ വന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മുഹമ്മദ് സാലറി അഡ്വാൻസ് സെപ്പറേറ്റ് കൊടുത്താൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെ ഹെഡിൽ വന്നിട്ടുണ്ട്. ആ 25,000 കൊടുക്കുമ്പോൾ നോർമലി നമ്മുടെ ക്യാഷ് കുറഞ്ഞതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും പർച്ചേസ് ചെയ്തു. ബട്ട് ദിസ് ടൈം മാംഗോ അല്ല, ഓറഞ്ചാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു പർച്ചേസ് എൻട്രി വരും. ഫ്രം സെയിം സപ്ലയർ അടുത്ത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ലെഡ്ജർ എന്ത് ചെയ്യേണ്ടില്ല, ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ 40,000 പർച്ചേസ് കിട്ടു. നമ്മൾ നേരത്തെ പർച്ചേസ് മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ കീപ്പ് ചെയ്തു. ഇപ്പോൾ പർച്ചേസ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ കീപ്പ് ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് പർച്ചേസും സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടിലുള്ള പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിലും രണ്ട് ലെഡ്ജർ ഉണ്ടാവണം. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐറ്റം വൈസ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഒക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ്ങിൽ വിത്തൗട്ട് ഇൻവെൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് പോകുന്നത്. ഭാവിയിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെൻട്രിയും കൂടി വരുന്നത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇയാളെ പർച്ചേസ് കംപ്ലീറ്റ് ആയി. ദെൻ ഇയാൾ 40,000 മാംഗോ സെയിൽ ചെയ്യാണ്. അപ്പോൾ നേരത്തെ നമ്മൾ വാങ്ങിയ മാംഗോ ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യും, 40,000 കൂടി മാംഗോ സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽ എൻട്രി നമ്മളിടും. ഓൾറെഡി മാംഗോൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ടൊരു ലെഡ്ജർ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ നറേഷനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കാം. എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാത്ത സമയത്ത് ബെറ്റർ നറേഷനിൽ അതിൽ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലെഡ്ജർ അതായത് ഇൻവെൻട്രി ഇല്ലാതെയാണ് അക്കൗണ്ട്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു സ്റ്റോക്ക് രജിസ്റ്ററും കൂടി എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്നൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു തരുന്നതാണ്. പിന്നീട് ഇയാൾ 49,500 A1 ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇയാൾക്ക് കിട്ടുകയാണ്. അപ്പം അത് ക്യാഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 500 rupees ഇയാൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നു. നേരത്തെ നമ്മൾ 50,000 എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് മാംഗോ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസീറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ 49,500 ക്യാഷ് ആയിട്ട് കിട്ടിയത് എൻട്രിയുടെ ആണ്. അപ്പോൾ 49,500 ഉണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് 500 എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടാനുണ്ട്.
സോ നമ്മൾ എന്ത് ചെയ്തു, അത് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റിസീറ്റിൽ 49,500 ഇവിടെ കാണിച്ചു. ദെൻ നമ്മൾ ആ 500 എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം? 500 അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് പെയ്ഡ്. കാരണം നമ്മളെ ഒരു എക്സ്പെൻസ് ആണ്. 50,000 കിട്ടേണ്ട അടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, 49,500 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഡിസ്കൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് 500 എന്ത് ചെയ്യും, നമ്മളതിൽ കാണിക്കും. അപ്പോൾ അത് അവിടെ എന്തില്ല, ഒരു റിസീറ്റോ പേയ്മെൻറ്റോ ഇല്ല, ക്യാഷിലോ ബാങ്കിലോ വരുന്നില്ല. സോ നമ്മൾ ജേർണൽ എൻട്രി ആണ് യൂസ് ചെയ്യുക. ഡിസ്കൗണ്ട് പെയ്ഡ് നിങ്ങൾക്കറിയാം, ഡിസ്കൗണ്ട് പെയ്ഡും ഉണ്ടാവും. ഇത് നമ്മുടെ കേസിൽ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് പെയ്ഡ്. അതേ സമയത്ത് നമ്മുടെ നേരത്തെ ഉള്ള നമ്മുടെ സീ നാച്ചുറൽ എങ്ങാനും നമുക്കൊരു ഡിസ്കൗണ്ട് തരികയാണെങ്കിൽ അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്തായിരിക്കും, ഇങ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻട്രി കാണാൻ പറ്റും, ജേർണൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. A1 ഹൈപ്പർ മാർക്കറ്റ് 0 ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് 500 വന്നു.